ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ശബ്ദ സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനം നാം വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ച് അനേക പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് എവിടെ ജനിക്കണം, എവിടെ വളരണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, എവിടെ മരിക്കണം, അങ്ങനെ അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനേക പ്രവചനങ്ങൾ താൻ ഈ ഭൂമിയിൽ പൂജാതനാകുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടി പ്രവചിക്കപ്പെടുകയും അത് അക്ഷരം പ്രതി നിവർത്തിക്കപ്പെടുകയും ചെയ്തതായി തിരുവചനത്തിന്റെയും ചരിത്രത്തിന്റെയും താളുകളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ചരിത്രത്തിൽ എങ്ങും തന്നെ ഈ നിലയിൽ ഒരു വ്യക്തി ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ ആളിനെ കുറിച്ച് എന്തെങ്കിലും പ്രവചിക്കപ്പെടുകയോ അത് അതേപടി നിവർത്തിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളതായി നമുക്കൊരു രേഖയും കാണുവാൻ കഴിയുകയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമായി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഇത്. ആ നിലയിൽ ഒന്നാമത്തെ പ്രവചനം യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മശിഹയുടെ ജനനത്തെക്കുറിച്ചുള്ള ഈ പ്രവചനം ഒരു അത്ഭുത വിഷയമായിരിക്കുന്നു. ഇന്നുവരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതം. ഈ കാറ്റഗറിയിൽ വേറെ ആരും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു പ്രാസംഗികനായോ പ്രവാചകനായോ രാജാവായോ മറ്റും ആയിരുന്നു താൻ വരുന്നത് എന്നുള്ള പ്രവചനമാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അവിടുന്ന് സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് ജനിക്കും എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പങ്കുണ്ട് എന്നിരിക്കെ കർത്താവിന്റെ ജനനത്തിൽ ഇങ്ങനെ സംഭവിക്കുവാൻ പ്രവചിക്കുവാൻ കാരണം എന്താണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അതിന്റെ ഉത്തരമായി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ആദാമ്യ പാപം പുരുഷ രക്തത്താൽ ജനിക്കപ്പെടുന്ന ശിശുക്കളിൽ കൂടിയാണ് പകരപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത. ആദ്യം പാപം ചെയ്തത് ഹൗവയാണ് എങ്കിലും ഹൗവയുടെ പാപമല്ല മനുഷ്യവർഗത്തിൽ പരന്നത്, പിന്നെയോ ആദാമിന്റെ പാപമാണ്. റോമാലേഖനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. പിന്നെയും നാം 17-ാം വാക്യത്തിൽ വായിക്കുന്നത്: ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ എന്നുള്ളത് അവിടെ തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പഴം തിന്നത് ആദ്യം ഹൗവയാണ് എങ്കിലും പുരുഷ രക്തത്താൽ ശിശുക്കൾ ജനിക്കുന്നതിനാൽ പാപം പുരുഷനിൽ കൂടി ലോകത്തിൽ പകർന്നു. സ്ത്രീക്ക് അതിൽ നിർണായക പങ്കുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. അതിന്റെ പരിഹാരമെന്നുള്ള നിലയിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞ് താഴോട്ടുള്ള ഭാഗത്തിൽ നാം വായിക്കുമ്പോൾ അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്നുള്ളത് വായിക്കുവാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം: സ്ത്രീ പ്രസവിച്ച് ജനിക്കുകയും വേണം, എന്നാൽ പാപരഹിതനായി ഇരിക്കുകയും വേണം. നമ്മുടെ കർത്താവിന്റെ ജനനം സാക്ഷാൽ ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ ജനിച്ചത് സ്ത്രീയുടെ സന്തതിയായിട്ടാണ്. പാപരഹിതനായി പരിശുദ്ധ ദൈവമായി ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇതിലും പറ്റിയ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ലോജിക്കാണ്, ദൈവനീതിയുടെ നിവൃത്തിയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇത് അറിയുന്നത്, മനസ്സിലാക്കുന്നത്, സ്വീകരിക്കുന്നത് എത്രയോ അത്ഭുതകരവും ഭാഗ്യകരവുമാണ്. നമുക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഭാഗ്യ പദവിയിലേക്ക് വരാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ ഭാഗ്യവതി നിങ്ങൾക്കും ദൈവം സൗജന്യമായി നൽകിയിരിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി നിത്യനായ ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് പറയുമ്പോൾ
അത് എത്രയോ വലിയ അത്ഭുതമാണ്. ഈ കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ പാപത്തിന് എന്നേക്കുമായിട്ടുള്ള പരിഹാരമുണ്ടാകും. ഇത് നിത്യരക്ഷയാണ്, സൗജന്യമായി നൽകിയിരിക്കുകയാണ്. ഇതിന് വേണ്ടുന്നത് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. യേശുവിനെ കർത്താവായി രക്ഷിതാവായി അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ സൗജന്യമായി ദൈവം നൽകിയിരിക്കുകയാണ്. അതിനുള്ള ഒരവസരം നിങ്ങൾക്കിപ്പോഴുണ്ട്. ഇന്ന് നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ചാൽ നിങ്ങളൊരു ദൈവ പൈതലായി തീരും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത എപ്പിസോഡുകളിൽ തുടർന്നുള്ള പ്രവചനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതാണ്.